നൂറോളം വിഷയങ്ങളുമായി മാനുവൽ ടീച്ചേഴ്സ് ചാനൽ. എന്താണ് ഇൻവെർട്ടർ? ഞാൻ ഇൻവെർട്ടർ എ സിയെ പറ്റിയും ഇൻവെർട്ടർ ഫ്രിഡ്ജിനെ പറ്റിയും ഒക്കെ നിങ്ങൾക്ക് ഒരു വീഡിയോയിലൂടെ തന്നിരുന്നു. അപ്പൊ ചിലർ ചോദിച്ചു എന്താണ് ഇൻവെർട്ടർ എന്നുള്ളത്. ആ ഇൻവെർട്ടർ എന്നാൽ എന്താണെന്ന് പറയാന്ന്. ഇൻവെർട്ടറിന്റെ അർത്ഥം എന്താണ്? തിരിച്ചു മാറ്റുന്ന ഉപകരണം അല്ലെങ്കിൽ മറിച്ച് മാറ്റുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ഡി സി കറണ്ടിനെ എ സി ആക്കി മാറ്റുന്ന ഉപകരണം. ഡി സി കറണ്ടും എ സി കറണ്ടും അറിയില്ലാത്തവരെ പറഞ്ഞുതരാം, ഇപ്പൊ പറയുന്നില്ല. നമ്മുടെ വീട്ടിലെ ഇൻവെർട്ടറിലോട്ട് വരികയാണ്. വീട്ടിലെ ഇൻവെർട്ടർ എന്താ ചെയ്യുന്നത്? ആദ്യം എ സി കറണ്ടിനെ നേരെ വലിച്ചെടുക്കും, അതായത് നമ്മുടെ ലൈൻ കറണ്ടിനെ വലിച്ചെടുക്കും. എന്നിട്ട് അത് ഡി സി ആക്കും. ഡി സി ആക്കിയിട്ട് എന്ത് ചെയ്യും? അവിടെ ഒരു സർക്യൂട്ട് ഉണ്ട്. ആ സർക്യൂട്ടിൽ കൂടി നമ്മുടെ 12 വോൾട്ട് ബാറ്ററിയെ ചാർജ് ചെയ്യും. അതിനുശേഷം, അതായത് സപ്ലൈ ഉള്ള സമയത്ത്. എന്നാൽ സപ്ലൈ പോകുമ്പോഴോ ഈ കാര്യം തന്നെ തിരിച്ച് സംഭവിക്കും. അതായത് ഞാനിതിന്റെ അർത്ഥം പറഞ്ഞ പോലെ തന്നെ മറിച്ച് നൽകുകയാണ്, മാറ്റുന്ന ഒന്നായി തീരുകയാണ് ഇൻവെർട്ടർ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും 230 വോൾട്ടിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് അതിന്റെ സർക്യൂട്ടിലേക്ക് കൂടി, ഇൻവെർട്ടർ സർക്യൂട്ടിലേക്ക് കൂടി പോയി നേരെ ബാറ്ററി ചാർജ് ചെയ്യിപ്പിക്കുകയും നമ്മളുടെ ലൈൻ കറണ്ട് ഇല്ലാത്ത സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ഓവർ സ്വിച്ചിലൂടെ നേരെ ഇങ്ങോട്ട് എങ്ങനെ എത്തും? 12 വോൾട്ട് ബാറ്ററിയിൽ നിന്ന് മറ്റേ സർക്യൂട്ടിൽ കൂടെ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് നമുക്ക് 230 വോൾട്ടായിട്ട് കിട്ടും. അതെന്താ കിട്ടുന്നത്? ഡി സി ടു എ സി വരും. അത് ചാർജ് ചെയ്യുമ്പോൾ എ സി ടു ഡി സി ആണ്. ഡി സി കറണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ബാറ്ററിയിൽ കൂടിയൊക്കെ കിട്ടുന്ന, അതിനെ കൂടുതൽ ശാസ്ത്രീയ വശങ്ങൾ പറയുന്നില്ല, ബാറ്ററിയിൽ കൂടെ കിട്ടുന്ന കറണ്ട് ആണ്. പോസിറ്റീവും നെഗറ്റീവും എന്നാണ് പറയുക. എ സി കറണ്ട് ആണെങ്കിൽ നമുക്ക് ലൈൻ വോൾട്ടേജ് കിട്ടുന്ന ഫ്ലക്ച്വേഷൻ ഉള്ളതാണ്. അതിന്റെ ഫ്രീക്വൻസി ചേഞ്ച് ഉണ്ട്, മറ്റതിന് ഫ്രീക്വൻസി ഇല്ല. ഡി സിക്ക് ഇതിന് ഫ്രീക്വൻസി ഉണ്ട്. ഇങ്ങനെ സൈൻ വേവ് ടൈപ്പിലാണ്. അതായത് പീക്ക് വരും, സീറോ വരും, പീക്ക് വരും, സീറോ, ഇങ്ങനെ 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 ഗാ ഗാ പോലെ പോകുന്നതാണ് എ സി കറണ്ട്. ഡീറ്റെയിൽസ് വിധമായിട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. ഇൻവെർട്ടർ എന്ന വാക്കിൽ നിന്നാണ് ഇൻവെർട്ടർ എന്ന പദം വന്നത്. അത് കൺവെർട്ട് അല്ല. ഇൻവെർട്ടർ മീൻസ് റിവേഴ്സ് ചേഞ്ച് എന്നാണ്. അതായത് കറണ്ടിനെ മാറ്റിമറിക്കുന്നതാണ്. ഇനി ഡുവൽ ഇൻവെർട്ടർ എന്ന് പറയുന്നത്, ഇപ്പൊ ഞങ്ങളുടെ എ സി എന്ന് പറയുന്നത് എ ആണ്, അതോടൊപ്പം തന്നെ ഡുവൽ ഇൻവെർട്ടർ ആണ്. അത് സ്വാഭാവികമായിട്ടും എ സികൾക്കാണ് അതുള്ളത്. അതുപോലെ തന്നെ ഫ്രിഡ്ജിനും വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടെന്ന് പറയാറുണ്ട്. അത് പരസ്യങ്ങളിൽ നാം കേൾക്കുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്. ഇതിപ്പോ ഞങ്ങൾക്ക് അനുഭവമുള്ളതാണ്. ഡുവൽ ഇൻവെർട്ടറിന് വളരെ കുറഞ്ഞ കറന്റാണ്, കമ്പാരിറ്റീവ്ലി മറ്റുള്ളതിനേക്കാൾ കുറഞ്ഞ കറന്റാണ് നമുക്ക് കൺസ്യൂം ചെയ്യുന്നത്. ഒരു വേരിയബിൾ സ്പീഡ് കംപ്രസർ മോട്ടറാണ് ഇതിനുള്ളതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇതിന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നൽകിയിട്ടുണ്ട്. ഇനി ഞാൻ വരുന്നത് ഇൻവെർട്ടർ എന്നതിലേക്കാണ്. സാധാരണ ഇൻവെർട്ടർ എ സി എന്ന് പറയുന്നത് സിംഗിൾ റോട്ടറി ആണ്. ഡുവൽ ഇൻവെർട്ടർ എന്ന് പറയുമ്പോൾ ട്വിൻ റോട്ടറി ആണ്. ചെറിയ വൈബ്രേഷൻ ആണ് സാധാരണ ഇൻവെർട്ടറിന് വരുന്നത്. ഇതിന് ഇല്ലെന്ന് തന്നെ പറയാം, അത്ര കുറവാണ്. മോഡേൺ എഫിഷ്യൻസി ആണ്. അതായത് ഇതിന് കൂടുതൽ എഫിഷ്യൻസി ആണ്. ഇതെന്ത് മറ്റേ സാധാരണ എ സിക്ക് ആണെങ്കിൽ മോഡറേറ്റ് എഫിഷ്യൻസി ആണ്, ഇത് മോർ എഫിഷ്യൻസി ആണ്. ഇപ്പൊ ഇൻവെർട്ടറിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞിരുന്നു. ഒരു ഫ്രിഡ്ജിന്റെയും ഇൻവെർട്ടർ ഫ്രിഡ്ജിന്റെയും സാധാരണ ഫ്രിഡ്ജിന്റെയും. കാരണം അത് വളരെ സിമ്പിൾ ആയിട്ടൊന്ന് ഒന്നുകൂടി പറഞ്ഞോളട്ടെ. കാരണം നമ്മളുടെ വീട്ടിലെ ഫ്രിഡ്ജ് ഇടയ്ക്കിടയ്ക്ക് ഓൺ ഓഫ് ആകാറുണ്ട്. ഇപ്പൊ എ സി ആണെങ്കിലും ഓൺ ഓഫ് ആകും. കാര്യം നമ്മുടെ റൂം ടെമ്പറേച്ചർ ഉദ്ദേശിക്കുന്ന ആ ഒരു 24 ആയിട്ടിരിക്കുന്നത്, 24 റൂം ടെമ്പറേച്ചർ ആയിക്കഴിഞ്ഞെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എ സി ഓഫ് ആകും. അത് കറണ്ട് ലാഭം എന്ന് കരുതും. വീണ്ടും എ സി ഓൺ ആകും എപ്പോഴാണ്? റൂം ടെമ്പറേച്ചർ കൂടുമ്പോൾ. അപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കറണ്ട് കൂടും. ഇപ്പൊ ടൂ വീലറിന്റെയും മറ്റുള്ള വണ്ടികളുടെയൊക്കെ അറിയാം സ്റ്റാർട്ടിങ് കറണ്ട്, സ്റ്റാർട്ടിങ് പെട്രോൾ എത്ര എടുക്കും എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഇൻവെർട്ടർ വരുന്നത്. ഇൻവെർട്ടർ എന്ന് പറയുമ്പോൾ വേരിയബിൾ സ്പീഡാണ്. നമ്മുടെ ഇവിടെ റൂം ടെമ്പറേച്ചർ കുറവാണെങ്കിൽ
അത് കുറഞ്ഞ സ്പീഡിൽ മോട്ടോർ വർക്ക് ചെയ്യും, അതായത് കറണ്ട് കുറച്ചെടുക്കും. എന്നാൽ അത് റൂം ടെമ്പറേച്ചർ കൂടുതലായാലോ, കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് അത് സ്പീഡിലോ, അങ്ങനെ വേരിയബിൾ സ്പീഡിനെയാണ് ഇൻവെർട്ടർ എന്ന് പറയുന്നത്. ഇനി ഇൻവെർട്ടറും സ്റ്റെബിലൈസറും തമ്മിലുള്ള ഇൻവെർട്ടറും സ്റ്റെബിലൈസറും ഒന്നാണോ എന്ന് പലരും ചോദിച്ചു. അത് കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റെബിലൈസറിനെ വേണ്ടി പറഞ്ഞപ്പോൾ ഒരാൾ വിളിച്ച് ചോദിക്കാണ്, ആ ഇൻവെർട്ടറിന്റെയും സ്റ്റെബിലൈസറിന്റെയും പ്രത്യേകത പറഞ്ഞില്ലല്ലോ എന്ന്. ഇൻവെർട്ടറിൽ പവർ കട്ടാകുമ്പോൾ അത് AC സപ്ലൈ തരും, AC DC കൺവേർഷൻ ചെയ്യും. പക്ഷെ സ്റ്റെബിലൈസറോ വോൾട്ടേജ് ഹൈയും ലോയും ആക്കുകയുള്ളു. അപ്പൊ എന്ത് വേണം? സ്റ്റേബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് നൽകണമെങ്കിലും അതോടൊപ്പം തന്നെ നമുക്കിവിടെ കറണ്ട് വേണം. കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റെബിലൈസർ വർക്ക് ചെയ്യൂ. ഇൻവെർട്ടർ കറണ്ട് ഇല്ലെങ്കിലും വർക്ക് ചെയ്യും. ഇൻവെർട്ടറിന് ബാക്കപ്പ് ഉണ്ട്, എന്നാൽ സ്റ്റെബിലൈസറിന് പ്രൊട്ടക്ഷൻ ഉണ്ട്, ഇൻഷുറൻസ് പോലെ. ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ സ്റ്റെബിലൈസർ വേണ്ട എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ഇൻവെർട്ടർ എന്ത് ചെയ്യും? ഇത് സ്റ്റെബിലൈസ് ചെയ്യോ അല്ലെ ബൂസ്റ്റ് ചെയ്യോ അല്ലെന്ന് പറയുന്നത് നമ്മൾക്ക് വേണ്ട ഒരു പർട്ടിക്കുലർ കറണ്ടാണ് തരുന്നത്. 230 വോൾട്ട്സ് നമുക്ക് തരും. എന്നാൽ സ്റ്റെബിലൈസറോ നമുക്ക് 230 വോൾട്ട് തരും, പക്ഷെ കറണ്ട് ഇല്ലാത്തപ്പോൾ കിട്ടില്ലല്ലോ. കറണ്ട് ഉള്ളപ്പോൾ ആ വരുന്ന 160 to 290 വോൾട്ടിനെ അത് സ്റ്റെബിലൈസ് ചെയ്ത് പോകും. വോൾട്ട് കുറയപ്പോൾ കൂട്ടിത്തരും, കൂട്ടിയപ്പോൾ കുറഞ്ഞു. മറ്റങ്ങനെയല്ല, കണ്ടിന്യൂസ് 230 വോൾട്ട് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇനി നമ്മളൊരു ഇൻവെർട്ടർ വാങ്ങിക്കുമ്പോൾ ഒത്തിരി അറിയാനുണ്ട്. സൈൻ വേവ്, സോട്ടിത്ത് വേവ്, അതുപോലെ തന്നെ സ്ക്വയർ വേവ്, അങ്ങനെ ഒത്തിരി വേവ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല അല്പം മുമ്പ് ഗാ പോലത്തെ സംഭവം. കറക്റ്റ് സൈൻ വേവ് ആണ് നമ്മുടെ AC കറണ്ട്. എന്നാൽ ചില ഇൻവെർട്ടർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് സൈൻ വേവ് ആവില്ല, അത് പീക്ക് ആകുമ്പോഴത്തേക്ക് കട്ടായി പോകും. അത് സോട്ടീത്ത് വേവ് എന്ന രീതിയിൽ വരും. ഒരു ഇൻവെർട്ടറിൽ നമ്മളുടെ വീട്ടില് വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിൽ സംഭവിച്ച പറയുകയാണ്. ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആണ്. ഇൻവെർട്ടർ, പുതിയ ഇൻവെർട്ടർ കൊണ്ടുവന്നു, വളരെ ഹെവി ലോഡ് ഇൻവെർട്ടർ കൊണ്ടുവന്നപ്പോൾ അത് കത്തിപ്പിക്കാൻ, മോട്ടോർ വർക്ക് ചെയ്യാം, ഫ്രിഡ്ജ് വർക്ക് ചെയ്യാം എന്നൊക്കെ കരുതിയാണ് ഞങ്ങൾ വാങ്ങിച്ചത്. ഫുൾ സൈൻ വേവ് ഞാൻ പറഞ്ഞിരുന്നു, അതായത് 100% സൈൻ വേവ് ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് 100% സൈൻ വേവ് ആവില്ല. നമ്മൾ പറയുന്നത് പോലെ ആയിരിക്കില്ല ചിലപ്പോൾ പ്രോഡക്റ്റ് കിട്ടുന്നത്. അത് കൊണ്ട് ആ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലെ ഇലക്ട്രോണിക് പാർട്ടും വയറിങ് കത്തിപ്പോയി. വാഷിംഗ് മെഷീൻ മോട്ടറല്ല, അതിൻ്റെ ഔട്ട്ലെറ്റ് മോട്ടർ ഉണ്ട്, വെള്ളം കളയുന്ന ആ മോട്ടറും കത്തിപ്പോയി, അതോടൊപ്പം വയറിങ് കത്തിപ്പോയി. കാരണം എന്താണ്? സൈൻ വേവ് അല്ലത്. സൈൻ വേവ് ആകാത്തത് കൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത്. അപ്പോൾ നമ്മളൊരു ഇൻവെർട്ടർ വാങ്ങിക്കുമ്പോൾ കുറേ അറിയാനുണ്ട്. അതിൽ പ്രധാനമായ കാര്യം, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞെങ്കിൽ തന്നെയും പ്രധാനമായ കാര്യം സൈൻ വേവ് ഉള്ളത് വാങ്ങിക്കുക. റേറ്റ് കൂടുതലായിരിക്കും, പക്ഷേ അത് നമുക്ക് മെച്ചമാണ്. ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ സ്റ്റെബിലൈസർ വേണ്ട എന്ന് ചിന്തിക്കേണ്ട കാര്യം. AC-ക്കും ഫ്രിഡ്ജിനും ഒക്കെ TV-ക്കൊക്കെ ഇപ്പൊ സ്റ്റെബിലൈസർ ഉള്ളിലുണ്ട്, ബിൽറ്റ് ഇൻ പ്രൊട്ടക്ഷൻ ഉണ്ടത്. ആ ഒരു കാര്യം മനസ്സിലാക്കുക. സ്റ്റെബിലൈസർ ഇടിമിന്നലെ ഒരിക്കലും പ്രതിരോധിക്കില്ല, അത് വോൾട്ടേജ് റെഗുലേഷൻ മാത്രമാണ് ചെയ്യുന്നത്. ഇനി വളരെ ഉയർന്ന വോൾട്ടേജ്, ആയിരക്കണക്കിന് വോൾട്ടേജ് ആണ് നമുക്ക് എവിടെ വരുന്നത്? മൈക്രോ സെക്കൻഡ്സിലൂടെ ഇടിമിന്നലിൽ വരുന്നത്. ഈ വോൾട്ടേജ് ഒരിക്കലും സ്റ്റെബിലൈസറിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അതിന് പറ്റിയ ഡിസൈൻ അല്ല അത് ചെയ്തിരിക്കുന്നത്. ഇടിമിന്നൽ വരുമ്പോൾ ഇതെല്ലാം പ്ലഗ് സോക്കറ്റിൽ നിന്ന് റിലീസ് ചെയ്തിടുക. ഇനി ഇടിമിന്നൽ വന്നാൽ നമ്മൾ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യും? സർജ് പ്രൊട്ടക്ടർ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് വാങ്ങി വയ്ക്കാം. റേറ്റ് ഇത്തിരി കൂടുതലാണ്. ഇടിമിന്നൽ കൂടുതലായി വന്നാൽ അബ്സോർബ് ചെയ്യും, അപ്ലയൻസിനെ രക്ഷിക്കും. എർത്തിങ് വളരെ പ്രധാനമാണതിൽ. നല്ല എർത്തിങ് ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. ആ സപ്ലൈയൊക്കെ നേരെ, അത് എത്ര ആയിരം വോൾട്ട് വന്നു കഴിഞ്ഞാൽ നേരെ ഭൂമിയിലേക്ക് പോകും. വലിയ വലിയ കെട്ടിടങ്ങളുടെ മുകളിലേക്ക് നമ്മൾ കണ്ടിട്ടില്ലേ? ലൈറ്റ്നിങ് അറസ്റ്റർ, ട്രാൻസ്ഫോറിന്റെ മുകളിലുമുണ്ട് ലൈറ്റ്നിങ് അറസ്റ്റർ. ഡയറക്റ്റ് ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ആണ്. വീടിന്റെ മെയിൻ ലൈനിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യും, സർജ് പ്രൊട്ടക്ടർ. അത് ബെസ്റ്റ് സെറ്റപ്പ് ആണ്, സേഫ് കോംബോയാണ്. കാരണം നമ്മളെ സംബന്ധിച്ചോളം അതുകൊണ്ട് പ്രൊട്ടക്ഷൻ ആണ്. വുഡ് എർത്തിങ് ആണ്,
സർജ് പ്രൊട്ടക്ടർക്ക് സ്റ്റെബിലൈസർ പോലെ തന്നെയാണ്, ഫ്ലക്ച്വേഷൻ ഇല്ല. അപ്പൊ സ്റ്റെബിലൈസർ സർജ് പ്രൊട്ടക്ടർ തമ്മിൽ വ്യത്യാസം എന്ന് പറയുമ്പോൾ സ്റ്റെബിലൈസർ എന്താ ചെയ്യുന്നത്? വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ മാറ്റും, ഇടിമിൽ നിന്ന് രക്ഷിക്കില്ല. ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യണം? സർജ് പ്രൊട്ടക്ടർ. അപ്പൊ സർജ് പ്രൊട്ടക്ടർ ഉണ്ടെങ്കിൽ എർത്തിങ് ആവശ്യമാണ്. വീട്ടിൽ എളുപ്പത്തിൽ സർജ് പ്രൊട്ടക്ടർ എങ്ങനെ ഇടാം, ഏത് ഉപകരണങ്ങൾക്ക് വേണം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ സർജ് പ്രൊട്ടക്ടർ എന്നാൽ എന്താണെന്നറിയാം. എന്താണ് സർജ് പ്രൊട്ടക്ടർ? വൈദ്യുതിയിൽ പെട്ടെന്ന് വരുന്ന ഹൈ വോൾട്ടേജ് സർജ് ആൻഡ് സ്പൈക്ക് ഉപകരണങ്ങളിലേക്ക് പോകുന്നത് തടയുന്ന ഒരു സുരക്ഷാ ഉപകരണമാണ് സർജ് പ്രൊട്ടക്ടർ. സർജ് എന്നാൽ സാധാരണ വോൾട്ടേജ് 230 ആണ്. ചിലപ്പോൾ പെട്ടെന്ന് 400, 1000 വരെയൊക്കെ ജമ്പ് ചെയ്യാം. ഇത് ഇലക്ട്രിക്കൽ സർജ് ആണ്. സർജ് പ്രൊട്ടക്ടറിനുള്ളിൽ സ്പെഷ്യൽ കോമ്പോണന്റ് MOV ഉണ്ടാകും. വോൾട്ടേജ് ലിമിറ്റ് കടന്നാൽ അധിക കറണ്ട് നേരെ അവരെ ബൈപ്പാസ് ചെയ്യും, എർത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യും. അതുകൊണ്ട് അപ്ലയൻസ് സേഫ് ആയിരിക്കും. ഇടിമിന്നൽ സമയത്താണ് നമുക്കത് കൂടുതൽ ഗുണം ചെയ്യുക, അല്ലെങ്കിൽ ലൈൻ തമ്മിൽ കൂട്ടിയടിക്കുമ്പോഴാണ്. 290 വരെ സ്റ്റെബിലൈസർ പിടിക്കും. ഇത് 290 മുകളിൽ 1000 വന്നാലും പ്രശ്നമില്ല. ഇത് കൂടുതലും TV, കമ്പ്യൂട്ടർ, AC, ഫ്രിഡ്ജ് ഒക്കെ സാധനങ്ങൾക്ക് നമുക്കിത് ഉപയോഗിക്കാം. സർജ് പ്രൊട്ടക്ടർ പ്രവർത്തിക്കാൻ പവർ എർത്തിങ് വളരെ അത്യാവശ്യമാണ്. സാധാരണ സ്റ്റെബിലൈസർക്ക് നമുക്ക് കണ്ടൊരു 1000 മുകളിലേക്ക് 2000 ഒക്കെ കിട്ടും. ഇത് ഓരോ തരങ്ങൾ റിലേ സ്റ്റെബിലൈസറിന്, അല്ലെങ്കിൽ സെർവോ സ്റ്റെബിലൈസറിന്, സ്റ്റാറ്റിക് സ്റ്റെബിലൈസറിന് എല്ലാത്തിനും പ്രത്യേകം റേറ്റ് കൂടുതൽ വരും. അപ്പൊ അതായത് ഒരു 30K 30,000 വരെയൊക്കെ വരും അതിന്റെ റേറ്റ്. അപ്പോൾ സ്റ്റെബിലൈസർ നമുക്ക് ഏറ്റവും നല്ല വാങ്ങിക്കുന്നതൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ അതിന് ക്വാളിറ്റി കൂടുന്നതനുസരിച്ചിട്ട്, അതിന്റെ പ്രൊട്ടക്ഷൻ കൂടുന്നതനുസരിച്ചിട്ട് റേറ്റ് വ്യത്യാസം വരും. ഈ സർജ് പ്രൊട്ടക്ടറിനും ആ രീതിയിൽ തന്നെ റേറ്റ് വരും. അപ്പോൾ സ്റ്റെബിലൈസറും ഇൻവെർട്ടറും തമ്മിലുള്ള വ്യത്യാസം ഇത് തന്നെയാണ്. കാര്യം സ്റ്റെബിലൈസറിന് ഒരിക്കലും ഇൻവെർട്ടർ ആവില്ല, ഇൻവെർട്ടർ ഒരിക്കലും സ്റ്റെബിലൈസറും ആകില്ല. ഇൻവെർട്ടറിന് കറണ്ട് വേണ്ട, സ്റ്റെബിലൈസറിന് കറണ്ട് വേണം. സ്റ്റെബിലൈസർ എന്തിനേയും പ്രൊട്ടക്റ്റ് ചെയ്യും, പക്ഷെ ഇൻവെർട്ടർ പ്രൊട്ടക്റ്റ് ചെയ്യില്ല. ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇൻവെർട്ടർ എന്നത് നമ്മുടെ വീട്ടിൽ വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് നമ്മൾ അതിൻ്റെ പ്രവർത്തന ശൈലിയും ഒക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത ദിവസം നൽകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.